നബി തങ്ങൾ എങ്ങനെയാ ജീവിച്ചത്? ആ ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. സൂറത്തുൻ നിസാഇന്റെ 64 അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല ആ റസൂലിനെ ശരിക്കും അനുസരിക്കപ്പെടാനില്ലാതെ. എന്ന് പറഞ്ഞാൽ നബി തങ്ങളെ ഓരോ വിഷയത്തിലും നമ്മൾ അനുസരിച്ച് വളരണം എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് വുദു ആയാലും നടത്തമായാലും ഇരുത്തമായാലും ഹബീബ് അത്രയും കൃത്യതയോടെ നമുക്ക് പഠിപ്പിച്ചു തന്ന നബിയാണ്. അല്ലാഹുവേ, പിന്തുടരാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. നമ്മുടെ ശരീരത്തിൽ 360 കെണുപ്പുകളുണ്ട് എന്ന് 1400 കൊല്ലങ്ങൾക്കപ്പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ശരീരത്തിൽ 360 കെണുപ്പുകൾ ഉണ്ടെന്ന് ഹദീസിൽ കാണാം. ആര് പറഞ്ഞു? ഒരു പുരോഗതിയും ഇല്ലാത്ത 6-ാം നൂറ്റാണ്ട്. ചില ചാനൽ ചർച്ചകളിലൊക്കെ പറയുന്നത് പോലെ ആ ഒരു 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് നിസാരമായി കാണുന്നില്ലേ? ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ 2 റക്അത്ത് രാവിലെ ദുഹാ നിസ്കരിക്കണം. മനുഷ്യന്റെ ശരീരത്തിലെ 360 സന്ധികൾക്ക് അല്ലാഹു തന്ന ആരോഗ്യത്തിന് മാത്രം അനുഗ്രഹമാണ് നിങ്ങളുടെ 2 റക്അത്ത് ദുഹാ നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. ദുഹാ നിസ്കാരത്തിന്റെ പവിത്രത പറയുന്നിടത്ത് തങ്ങൾ പറയാണ്, മനുഷ്യന് അല്ലാഹു 360 കെണുപ്പുകൾ കൊടുത്തിട്ടുണ്ട് ശരീരത്തിൽ. ആ കെണുപ്പുകൾ എങ്ങാനും വർക്ക് ചെയ്യാതെ നിന്നാൽ, ഉദാഹരണം എന്റെ ഈ വിരലിൽ കാണുന്ന കെണുപ്പുകൾ മഫ്സലുകൾ വർക്ക് ചെയ്യാതെ വന്നാൽ, ഞാൻ കുടുങ്ങി, എന്റെ കൈകൾ മടങ്ങാതെ വന്നാൽ എന്റെ ആരോഗ്യസ്ഥിതി അപകടത്തിലാകും. അതുകൊണ്ട് ഒരാൾക്ക് രാവിലെ ഉണരുമ്പോൾ 360 സന്ധികളും ക്ലിയർ ആയാൽ മഹാഭാഗ്യമാണ്. നിങ്ങൾ തിരിച്ചു ചെയ്യേണ്ടത് കേവലം 2 റക്അത്ത് നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. എന്നാൽ ഇപ്പൊ 50, 70, 80 വർഷങ്ങൾക്ക് അപ്പുറത്താണ് മനുഷ്യൻ ആലോചിച്ച് എത്തിയത് എത്ര സന്ധികളുണ്ട് എന്നുള്ളത്. ശരീരത്തിന്റെ അരക്ക് താഴെ എത്ര സന്ധികളുണ്ട്, അരക്ക് മേലേക്ക് എത്ര സന്ധികളുണ്ട് കണക്ക് കിട്ടുന്നത് മനുഷ്യൻ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ മനുഷ്യന്റെ അസ്ഥികളിൽ കാണുന്ന ആ പ്രത്യേക കെണുപ്പുകൾ പോലും തന്റെ വായിലൂടെ ലോകത്തോട് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ.